ഹലോ ഗൈസ്, ആശിഷ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ജിം മെയിൻ്റെനൻസ് വ്ലോഗ് അതാണ് ഇന്ന് ചെയ്യണ ഒരു വീഡിയോ. അപ്പോൾ ശരിക്കും പറയുന്നത് ജിം അവധിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് പോകണം. എന്താ നടക്കണമെന്ന് എനിക്കറിയില്ലല്ലോ, ജിം മെയിൻ്റെനൻസ്. അപ്പോൾ അതിന് പോകാനൊരു അവസരം കിട്ടി. അപ്പോൾ അത് വ്ലോഗാക്കാമെന്ന് വിചാരിച്ച് ഈ വീഡിയോ എടുക്കണതാണ്. ഇപ്പം സമയം 5:45 6 മണിക്ക് എത്താനാണ് പറഞ്ഞേക്കണം. അപ്പം ഞാൻ റെഡിയായി. ഇനി കൂട്ടുകാരൻ്റെ അടുത്ത് പോകണം. കൂട്ടുകാരനായിട്ടാണ് പോണത്. അവിടെ ചെന്നിട്ട് അപ്പം എന്താണെന്ന് കാണാം. ഓക്കെ, ബൈ. ഹായ്. അപ്പം നമ്മൾ ജിമ്മിലോട്ട് പോണ വഴിയാണ്. ഇപ്പം ജിം എത്താറായി ഏകദേശം. നമ്മൾ ജിമ്മെത്തി ഗൈസ്. ആ ബിൽഡിംഗ് കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മേളിലാണ് നമ്മുടെ ജിമ്മ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മൾ ജിമ്മിലെത്തി കുറച്ച് പണിയൊക്കെ എടുത്ത് അതിൻ്റെ ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് ആ വെള്ള ഡ്രസ്സ് ഇട്ടത് എന്താ നമ്മുടെ ആശാൻ, മറ്റേത് നമ്മുടെ ചേട്ടനാണ്. ഇതാണ് നമ്മുടെ പണി. ബ്രഷ് വെച്ച് എല്ലാ മെഷീൻസും നമ്മൾ പൊടി കളയുകയായിരുന്നു ആദ്യത്തെ ദിവസത്തെ പണി. അങ്ങനെ കുറേ മെഷീൻസ് അത്യാവശ്യം കവർ ചെയ്ത് ആശാനും എല്ലാവരും നല്ല പണിയിലായിരുന്നു. ലെവിൽ ഒരു ഹായ് കൊടുക്കും. ഞാൻ ആദ്യമായിട്ടാണ് ജിം മെയിൻ്റെനൻസിന് വന്നത്. ആശാൻ വിളിച്ചപ്പോൾ ഞാനും കൂട്ടുകാരനും അങ്ങ് പോന്നു. മൊത്തം ക്ലീനിങ് ആണ് ഗൈസ്. ഇതാണ് നമ്മുടെ മെയിൻ്റെനൻസ് വ്ലോഗ് എന്ന് പറയുന്നതാണ്. ക്ലീനിങ് ഫുള്ള് എല്ലാം നമ്മൾ ബ്രഷ് വെച്ച് പൊടികളൊക്കെ തുടക്കും. ഇതാണ് നമ്മുടെ ജിം മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ജിമ്മ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വെക്കണത് ഫുട്ബോളിൻ്റെ കളി വെച്ചിട്ടാണ് കേട്ടോ. അതാണ് കേട്ടോ ഫുൾ ക്ലീനിങ് ആണ്. കുറേയൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ വർക്കുണ്ട്. എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ആശാൻ അവിടെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇത്രയും ഞാൻ ബ്രഷ് കൊണ്ട് എല്ലാം തുടക്കണമായിരുന്നു. ഇതൊക്കെ തുടക്കണമായിരുന്നു. ബ്രഷ് കൊണ്ട് ഇങ്ങനെ നമ്മ തുടക്കുമല്ല. എന്നെ കാണിച്ചില്ലല്ലോ. ബ്രഷ് നിന്ന് ഞാൻ പോട്ടെ. ഇതാണ് ഞങ്ങളുടെ ബാധിച്ചേട്ടൻ. നമ്മ അടുത്ത ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഗൈസ്. മേലിൽ നിന്ന് തുടങ്ങണം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ മാത്രമല്ല പണിയെടുക്കണം, എല്ലാവരും നല്ല പണിയിലായിരുന്നു. ഏകദേശം അടിച്ചു കഴിഞ്ഞു. ഇപ്പം ബ്രഷ് വെച്ചുള്ള പരിപാടി, മെഷീൻസ് എല്ലാം നമ്മ അത്യാവശ്യം ക്ലീൻ ചെയ്ത് ഇപ്പം അടിച്ചു വാരിക്കൊണ്ടിരിക്കണേണ്. ഇവിടെ കളി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഏകദേശം പണി കഴിഞ്ഞെന്നാണ് തോന്നണം. ഇനിയിപ്പോൾ നാളെയും പണിയുണ്ട്. ഇപ്പോൾ പൊടിയൊക്കെ അത്യാവശ്യം തുടച്ച് കഴിഞ്ഞു. റെസ്റ്റിലാണ്, റെസ്റ്റ്. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ നെവിൽ, രാവിലെ പറഞ്ഞില്ലേ. ഇതാണ് നമ്മുടെ ഡംബലിൻ്റെ ഏരിയ. ഇതെല്ലാം ഡിസോർഡറായിട്ട് കിടക്കണമായിരുന്നു. ആശാനല്ലാതെ ഓർഡറിലാക്കി വെച്ചിട്ടുണ്ട്. ആശാനൊക്കെ അതേ അവിടെ അടുത്ത പണിയിലാണ്. അവിടെയും തുടച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാധിച്ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. വീഡിയോ ഫോട്ടോ പറയട്ടെ. എന്ത് ഞങ്ങളുടെ പണികൾ ഏകദേശം കഴിഞ്ഞ് ഇനി നാളെയും ഉണ്ടെന്നാണ് ആശാ പറയണത്. ഞാൻ നാളെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചെന്നാ ആശാൻ. എന്താണ് കഴിച്ച? ദോശ കഴിച്ചല്ലേ? ഞാൻ പൂരി, ബീഫ് കറി, ദോശ. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇത്ര ഉള്ളു. നാളെ ബാക്കി. ആശാൻ പോണ്. ആശാനെ ഫോട്ടോ എടുത്തില്ലട്ടാ. ശരി എന്നാ, നാളെ കാണാം. നാളെ എത്ര മണിക്കാൻ? രാവിലെ. നാളെ ഞങ്ങള് ഇവിടെ ക്ലീനിങ് അല്ല, പിന്നെ
അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട പണി കഴിഞ്ഞ് കുറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നുവെച്ചാ അത്യാവശ്യം കുറച്ച് പണി ഉണ്ടായിരുന്നു. മെഷീൻസ് പൊക്കലും കാര്യങ്ങളൊക്കെ ആശാനും വേറെ ഒരു ചേട്ടനും കൂടി ബാജിയും കൂടിയൊക്കെയാണ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളു. നാളെ ഇനി വേറെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള മെഷീൻസ് ഒക്കെ ഇങ്ങനെ മറിച്ച് ഇങ്ങനെ ഇട്ടേക്കണേണ്. അതൊക്കെ നേരെയാക്കി ഇടുമെന്നാ പറഞ്ഞ. പിന്നത്തേക്ക് ഇത്രേ ഉള്ളു അല്ലേ? അപ്പൊ ഞാൻ വണ്ടി കയറി പോണേണ്. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ നമുക്ക് എന്താ പറയാ, പുതിയൊരു വീഡിയോ വരുന്നവരെ ആശീസ് വ്ലോഗ് സൈനിങ് ഓഫ്. ബൈ. വണ്ടി എടുത്തോ.